ശങ്കറിൻ്റെ കരിയർ ബെസ്റ്റ് പടമായ ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയുടെ സീക്വൽ എന്ന് പറഞ്ഞിറക്കി വിട്ടൊരു അപരാധമാണ് ഈ പടം. 3 മണിക്കൂറും കൊടുത്ത പൈസയും മൂഞ്ചി. എന്ത് ചെയ്യാനാ? ശങ്കർ സാർ, നിങ്ങൾക്ക് എന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. നിങ്ങളിങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. കമൽഹാസന് കൊടുത്ത വേഷം അങ്ങനെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് ഒരു കുറ്റവും പറയാൻ പറ്റില്ല. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ത് തേങ്ങയാണ് ഇതിനകത്തിരിക്കുന്നത്. കണ്ടല്ലോ നായിപ്പോയല്ലോ പടം തുടങ്ങുമ്പോൾ തന്നെ ബാർക്കിംഗ് ഡോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ കാണിച്ചുകൊണ്ടാണ്. നാട്ടിൽ നടക്കുന്ന അഴിമതിയൊക്കെ യൂട്യൂബ് ചാനലിലൂടെ പുറലോകത്തെ എത്തിക്കലാണ് ഇതിൻ്റെ ഈ 4 പേരുടെ പരിപാടി. പടം മുഴുവൻ ലഞ്ചത്തിൻ്റെ പരിപാടിയാണ് ഗൈസ്. ലഞ്ചം ലഞ്ചം ലഞ്ചം. ആരെന്ത് പറഞ്ഞാലും അവസാനം കൊണ്ട് നിർത്തുന്നത് ലഞ്ചത്തേലായിരിക്കും. കൊടുക്കുമാർക്ക് തന്നെ മനസ്സിലാവും ഞങ്ങളെ കൊണ്ട് പരിപാടിയൊന്നും നടക്കത്തില്ല, പുറത്ത് നാളെ ഇറക്കണം. അങ്ങനെ നമ്മുടെ ചെക്കൻ കൈ തിരുമിയെന്ന് ആലോചിക്കുമ്പോഴാണ് ഇന്ത്യൻ പഴയ സേനാപതി നമ്മുടെ സ്വന്തം താത്തയുടെ കാര്യം, ഇന്ത്യൻ താത്തയുടെ കാര്യം മാർക്ക് ഓർമ്മ വരുന്നു. അങ്ങനെ അപ്പച്ചൻ എവിടാന്ന് പോലും അറിയാതിരിക്കുന്നൊരു സാഹചര്യത്തിൽ സാറൊരു പോസ്റ്റ് അങ്ങോട്ടിടും, ഒരു ഹാഷ്ടാഗ് അങ്ങോട്ടുണ്ടാക്കും. സാർ പോസ്റ്റ് ഇടാൻ നോക്കിയിരുന്നത് വൈറലാണ്. സാർ പിന്നെ ഇടുന്ന പോസ്റ്റല്ല വൈറലാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഈ ഹാഷ്ടാഗിൻ്റെ കാര്യമൊക്കെ താത്തയ്ക്ക് അറിയാമോണ്ട്. അങ്ങേര് VCRൻ്റെ കാലത്ത് നാട് വിട്ടുപോയ മനുഷ്യനാണ്. ഇപ്പം എങ്ങനെ കളിച്ചാലും അങ്ങേർക്കൊരു 120 വയസ്സെങ്കിലും ഉണ്ടാവുമല്ലോ. 90s നാട് വിട്ടുപോയൊരു മനുഷ്യനെയാണ് ഇമാര് ഹാഷ്ടാഗ് ഉപയോഗിച്ച് കൊണ്ടുവരാൻ നോക്കുന്നത്. എന്തിരട്ടെ ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, വിളിക്കുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു മാന്യത വേണോടാ. പക്ഷെ നമ്മൾ വിചാരിച്ച പോലല്ല, താത്ത ഹൈടെക് ആയിരുന്നു. താത്ത ഈ ഹാഷ്ടാഗ് കൊണ്ട് വൈറലാകാൻ നോക്കിയിരുന്നു ഇന്ത്യയിലോട്ട് വരാൻ. താത്ത അവിടെ കൊച്ചു പിള്ളേരെ പുള്ളി തന്നെ ഉണ്ടാക്കിയ കുറേ മർമ്മങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഹാഷ്ടാഗിൻ്റെ കാര്യം പുള്ളി അറിയുന്നത്. അതും നമ്മുടെ താത്തയുടെ എൻട്രിയൊക്കെ കാണണം. യാതൊരു ചേർച്ചയില്ലാത്തൊരു വിഗും വെച്ച്. ഇതെന്താ ജ്ഞാപക മുരളിയെ കണ്ടുപോയില്ലേ. അങ്ങനെ താത്ത വീണ്ടും ഇന്ത്യയിലോട്ട്. അങ്ങനെ വേറൊരു ഗെറ്റപ്പിലൊക്കെ എയർപോർട്ടിൽ വന്നിറങ്ങി. എന്നാൽ വേഷം മാറി വന്നിട്ട് കൊണയടിക്കാതെ സ്ഥലം വിടാനുള്ളതിന് അവിടെ വന്ന് കൊണയടിച്ച് പോലീസുകാർ പിടിക്കും. പിന്നെ നെടുമുടിച്ചേട്ടനുണ്ടായിരുന്നുകൊണ്ട് പുള്ളിയെ പൊക്കി വണ്ടിയെ കയറ്റി അങ്ങനെ രക്ഷപ്പെട്ട് കയറും. എന്നിട്ട് അങ്ങേർക്കും കൊടുക്കും ഒരു ഉറക്ക മർമ്മം. ഇത് കുത്തി അപ്പം ഉറങ്ങിപ്പോവും. ഉറങ്ങാനൊക്കെ ആരുടെയും മർമ്മം കണ്ടുപിടിച്ച് ഇതൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. എത്രയോ നല്ല കലാകാരനെ ഇങ്ങനെ ചെയ്യാൻ എങ്ങനെട്ടേ മനസ്സ് വന്നത്, എങ്ങനെ തോന്നട്ടെ ഇതൊക്കെ. വന്നിറങ്ങി. എന്നിട്ട് നമ്മുടെ താത്ത ഒരു പോസ്റ്റ് അങ്ങോട്ടിടും. 7:30 ലൈവ് വരുന്നുണ്ട്, മൂഞ്ചി ബുക്ക് ലൈവ് വരുന്നുണ്ടെന്നും പറഞ്ഞ് പോസ്റ്റ് ഇടും. അത് കാണാമായിരുന്നു ചെക്കന്മാരവിടെ കിടന്ന് പൊളിക്കാൻ. സാർ നിങ്ങൾ മാത്രമേ ഉള്ളൂ ചുവരിനും ഭിത്തിക്കുമൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് ബ്രഹ്മാണ്ടമാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഈ വാട്ടർ ടാങ്കിൽ ഈ ഭിത്തിയിലൊക്കെ എന്തരടെ ഈ കാണിച്ചു വെച്ചേക്കുന്നത്. അണ്ടങ്കാക്ക കൊണ്ടക്കാരിയൊക്കെ അങ്ങനൊരു കാലമായിരുന്നു സാർ. സമയവും കാലവും മാറി സാർ, ഓർക്കൂ സാർ. അങ്ങനെ താത്ത ലൈവിൽ വന്ന് പറയും, ഞാൻ എൻ്റെ മകനെ തട്ടിയവനാണ്, കുറ്റം ചെയ്തതിന് അവനെ ഞാൻ മകനാണെന്ന് പോലും നോക്കാതെ തട്ടിക്കളഞ്ഞവനാണ്. നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കൊല്ലൊന്നും വേണ്ട, വെറുതെ പോലീസുകാർക്ക് പിടിച്ചു കൊടുത്താൽ മതി. താൻ എന്തുവാടോ ഈ പറയുന്നേ? അത് കേൾക്കാൻ നോക്കിയിരുന്നു. ഇവൻ അവൻ്റെ അപ്പനെ പിടിച്ചു കൊടുക്കും, അവൾ അവിടെ അമ്മയെ പിടിച്ചു കൊടുക്കും, ഇവൻ ഇവൻ്റെ മാമനെ പിടിച്ചു കൊടുക്കും, ഇവൻ ഇവൻ്റെ ചിറ്റപ്പനെ പിടിച്ചു കൊടുക്കും. പിന്നെ ഇവിടെ ചേട്ടനാണെങ്കിൽ വൻ കോമഡി. പുള്ളി ഒരു ഡോക്ടറാണ്, പൈസ കൊടുത്ത് കയറിയതാണ്. പുള്ളി യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ഓപ്പറേഷൻ നടത്തുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ ഓപ്പറേഷൻ്റെ ഫുൾ വീഡിയോ അല്ലായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ രോഗി അന്നേരം തട്ടിപ്പോവുകയും ചെയ്തു. എന്ത് പാടേ ഇത്. നാട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്നും കിട്ടാൻ തുടങ്ങിയല്ലോ ഈ കളവൻ വന്ന കാരണം. അതും ഹാഷ്ടാഗ് ഉപയോഗിച്ച് വിളിച്ചു വരുത്തിയത് കളവൻ. ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു ബ്രൂ. ഇന്നിതിൻ്റെ ഇടയ്ക്കൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന താത്തയുടെ ഓരോ കുസൃതികളാണ്. മർമ്മമിട്ട് കളിക്കുക. കോട്ടീശ്വരൻ്റെ വീട്ടിൽ പോവും. അയാളുടെ വീടാണെങ്കിൽ ഇട്ടിരിക്കുന്ന ടൈൽസ് മുതൽ ഇരിക്കുന്ന കക്കൂസ് വരെയും സ്വർണ്ണമാണ്. അവിടെ പോയിട്ട് കൊടുക്കും ഒരു മർമ്മം. അന്നേരം അയാൾ കുതിരയായിട്ട് മാറും. പിന്നെ അയാൾ മൊത്തം കുതിരയെപ്പോലെ ഓട്ടമാണ്.
പിന്നെ സീറോ ഗ്രാവിറ്റിയിൽ ചെന്നിട്ട് അവിടെയും പോയിട്ട് കൊടുക്കും ഒരു തുപ്പൽ മർമ്മം. എന്നിട്ട് ആ തുപ്പൽ കൊണ്ട് പുള്ളി ഓരോ കളിയൊക്കെ കളിക്കും. കൊച്ചുപിള്ളേരുടെ മനസ്സാണ്, പ്രായം അത്രേ ഉള്ളെങ്കിലുവേ. ആ തുപ്പൽ കൊണ്ട് അവിടെ ഒരു അക്ഷരമാലയും തീർത്തിട്ടാണ് പുള്ളി പോകുന്നത്. പിന്നെ വേറെ ഉണ്ട് വികൃതികൾ താത്തയുടെ കയ്യിൽ. പാട്ട് പാടാനുള്ള മർമ്മം. ഇതിട്ട് കൊടുത്താൽ പിന്നെ പാട്ട് നോൺ സ്റ്റോപ്പായിട്ട് പുള്ളി പാടിക്കൊണ്ടേയിരിക്കും, പാടിച്ചത്തു പോവും. എന്തൊക്കെ സീനാണ് ഭായ്, എന്തൊക്കെയാണ് പടച്ചു വിട്ടേക്കുന്നത്. മെയിൻ ഒരു മർമ്മം എന്ന് പറഞ്ഞാൽ താത്തയുടെ ഇൻട്രോയിൽ കാണിക്കുന്ന ഒരു മർമ്മമുണ്ട്. മർമ്മത്തിന് കുത്തുമ്പോൾ ശരീരത്തിന് സ്വാഭാവികമായിട്ടും സംഭവിക്കാം മാറ്റങ്ങൾ. ഈ ലിപ്സ്റ്റിക്കും കൺമഷിയും ഒക്കെ എങ്ങനെ വന്ന് കീറുന്നടേ? ദിസ് ഈസ് മെഡിക്കൽ മിറാക്കിൾ. ശങ്കർ സാർ, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത് 2024 സാർ. 2004 കാണിക്കേണ്ട കാര്യങ്ങളൊക്കെയാണല്ലോ നിങ്ങൾ ഈ 2024 കൊണ്ട് കാണിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെയല്ല സാർ, ഞങ്ങൾ മാറി സാർ, മനസ്സിലാക്കൂ സാർ പ്ലീസ്. താത്ത ഇത്രയും നാൾ എവിടെ ആയിരുന്നോ എന്തായിരുന്നോ ഒന്നും കാണിക്കുന്നില്ല, അതിനെക്കുറിച്ചൊന്നും സിനിമയിൽ പറയുന്നില്ല. പക്ഷേ എനിക്കറിയാം, നമുക്ക് മനസ്സിലാക്കാം സുഹൃത്തുക്കളെ. താത്ത ഈ മർമ്മങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മനുഷ്യൻ്റെ ഇവിടെയൊക്കെ കുത്തിയാൽ എന്തെല്ലാമായി മാറുമെന്ന് പുള്ളി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇതല്ലായിരുന്നോടാ കള്ളക്കളവാ തൻ്റെ വടിവെളിയിൽ. അങ്ങനെ സ്വന്തം മകൻ അവൻ്റെ അച്ഛനെ തന്നെ പോലീസുകാർക്ക് പിടിച്ചു കൊടുത്ത വിഷമത്തിൽ അവൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യും. ഇത്രയും നാളും ഇന്ത്യ വന്നിട്ട് തിരിഞ്ഞു പോലും നോക്കാത്ത താത്ത കറക്റ്റ് സമയത്ത് തന്നെ അമ്മമാരെ കാണാൻ വരും. അന്നേരം എല്ലാം കൂടെ വട്ടത്തിലിട്ട് പൂക്കും പുള്ളിയെ. എന്താടാ പാവം പിടിച്ച കോടീശ്വരന്മാരെ കൊല്ലുമ്പോൾ നീ കൈകൊട്ടിച്ചിരിഞ്ഞിട്ട് നിൻ്റെ വീട്ടിൽ സംഭവിക്കുമ്പോൾ നിനക്കെന്താടാ മൊട്ടയാണ്? പിന്നെ വിളിച്ചു വരുത്തി ഓമാർ തന്നെ പുള്ളിയെ അടിച്ചു ഓടിക്കേണ്ട ഗതികേടും ഉണ്ടാക്കും. ഇയാൾക്ക് ഇതിൻ്റെ കാര്യം ഉണ്ടായിരുന്നു, വയസ്സാം കാലത്ത് അടങ്ങാനും കൂടിയാൽ പോരായിരുന്നു. എന്നിട്ട് അമ്മ ആയുധമായ അടുത്ത ഹാഷ്ടാഗ് അങ്ങോട്ട് ഇറക്കും, ഗോ ബാക്ക് ഇന്ത്യൻ. പിന്നെ സാറ് ഹാഷ്ടാഗ് പോസ്റ്റ് ചെയ്താൽ പിന്നെ പറയണ്ടല്ലോ, അതിന് വൈറലാകാൻ അതിന് സമയം വേണ്ടല്ലോ. താത്ത കാര്യമായിട്ട് നോക്കുന്നൊക്കെ കണ്ണൊക്കെ കാണാവോ? എന്തേലും കേട്ടെന്ന് തോന്നുന്നു. പുള്ളി സാഡായി തിരിച്ചു പോയി. അങ്ങനെ പൊക്കൊണ്ടിരുന്ന കുറ്റിക്കാട്ടി പതിയിരുന്ന CBIക്കാരെല്ലാം കൂടെ വന്ന് താത്തേനെ അങ്ങോട്ട് വളയും. താത്ത ആരാ മുതല്? അന്നേരം തൊപ്പുമ്പോൾ അവിടെ വലിച്ചെറിഞ്ഞിട്ട് എസ്കേപ്പ് ആവും. പിന്നെ ചാടി ഓടി ചെറുക്കനെ വലിച്ചിട്ട് അതേ കയറി അങ്ങോട്ട് സ്ഥലം പെടും. അപ്പോൾ പിന്നെ 10-15 മിനിറ്റ് പോലീസുകാരെ നമ്മളെ കിട്ടങ്ങ് ഉറുപ്പിലാണ് താത്ത. അതിൻ്റെ ഇടയ്ക്ക് 360 ഒക്കെ അടിക്കും താത്ത ഒരു ടണലിൽ കൂടെ കയറി. പിന്നെ മെട്രോയിൽ കയറി ഒരു വരാതം കാണിയിട്ടുണ്ട്. മെട്രോ റിവേഴ്സ് എടുക്കും പുള്ളി. എന്നിട്ട് പോലീസുകാരെയൊക്കെ വട്ടത്തിലൊന്ന് മോചിച്ചിട്ട് പുള്ളി നേരെ ഒരു ലാബിലോട്ട് കയറിക്കുന്നു കൊടുക്കും. അവിടെയാണ് ജിമ്മന്മാർ പുള്ളിയെ നോക്കിയിരിക്കുക. അമ്മാരെല്ലാം വട്ടത്തിലിട്ട് അടിക്കാൻ പിടിക്കുമ്പോൾ താത്ത ഷർട്ടം കൊണ്ട് പോരും. 6 പാക്കായി, ചെസ്റ്റായി, ബൈസായി, അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം ആയി. ഒന്ന് കണ്ണടക്കേണ്ട ആവശ്യമുള്ളൂ പുള്ളിക്ക് ഇതൊക്കെ ആക്കാൻ. വെറുതെ ജിമ്മി പോയി സഭയങ്കള ഈ മർമ്മം പഠിച്ചാൽ മതിയായിരുന്നു. പിന്നെ പുള്ളി മിന്നാമിനുങ്ങ് മർമ്മം ഇട്ട് അമ്മാരുടെ എല്ലാം മർമ്മത്തിനിട്ട് കുത്തി 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 സ്റ്റാച്ചു ആക്കി കളയും. ലാസ്റ്റ് അമ്മാരെ കുതിരയാക്കി ഓടിപ്പിച്ച് കളയും. എന്നിട്ട് ഓടി 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 പുള്ളി 4 കൂടുന്നൊരു കവലയിൽ ചെന്നു. ഹാഷ്ടാഗ് വൈറലായല്ലോ. അതോടെ നാട്ടുകാർ മൊത്തം പുള്ളിയെ തല്ലിക്കൊല്ലാൻ ഓടി വന്നു. കണ്ടംപഴി ഓടിക്കുക നാട്ടുകാർ പറയണേ. അങ്ങനെ നാട്ടുകാരെല്ലാം വട്ടത്തിൽ ഇട്ട് കൊല്ലാൻ നോക്കുന്നുണ്ട്. പോലീസുകാർ വന്ന് രക്ഷിക്കും. എന്നിട്ട് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകും. പിന്നെ പോലീസുകാർ വരെ വന്നേക്കുന്നത് മർമ്മ പ്രൂഫ് ജാക്കറ്റ് ഇട്ടുണ്ടാകും. ഇതൊക്കെ വേണ്ടി പ്രത്യേകം അമ്മമാരുണ്ടാക്കിച്ചാന്ന് തോന്നുന്നു, എന്താ അറിയില്ല. അങ്ങനെ താത്ത ലോക്കായി. അങ്ങനെ പോകുമ്പോഴാണ് പുള്ളിക്ക് ഏതോ ഒരു ആൻറ്റി വലിച്ചിറങ്ങിയ ഒരു ചപ്പാത്തി വരത്തുന്ന കമ്പ് കിട്ടുന്നത്. അത് തട്ടി കയ്യെ കയറ്റി അവിടെയും കൊടുക്കും പോലീസുകാരനിട്ട് പണി. ആ മർമ്മം പുള്ളിക്ക് ചെന്നതും ഈ പടം തിയേറ്ററിൽ കണ്ട അവസ്ഥയായിപ്പോയി പുള്ളിയും. അങ്ങനെ സാറിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ പറയും ഇത് ഇട്ടവനെ കൊണ്ടല്ലാതെ മാറ്റാൻ ഒരു രക്ഷയില്ല, അല്ലെങ്കിൽ പുള്ളി കൊണ്ടുവന്ന് അടിപ്പോകുന്നില്ല. പിന്നെ തന്നെ ആരുടെ ഡോക്ടറാക്കി താൻ എന്ത് മാങ്ങാത്തുലി ഉണ്ടാക്കാനാണോ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ പിന്നെ ഇവർ ഇന്ത്യൻ്റെ അടുത്തോട്ട് ചെല്ലും. അവിടെ ചെന്ന് പറയും കേസിൽ നിന്നൊക്കെ ഒഴിവാക്കി തരണം, ഇവനെ പിന്നെ ആണെങ്കിലും പിടിക്കാമല്ലോ. എനിക്ക് മൈലി വിലയിലൂടെ തരുന്നത്, മൈലി വില. അങ്ങനെ അവനെ എടുത്ത് ആംബുലൻസിൽ കയറ്റി പടം കഴിഞ്ഞു. വിശാലഹൃദയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. ഫരാദം തീർന്നു വന്നിരിക്കുമ്പോഴാണ് ഇന്ത്യൻ 3 എന്ന് പറഞ്ഞൊരു കോപ്പിനെ അടുത്ത് കാണിക്കുന്നത്. എന്ത് പാടേ ഇതൊരു അവസാനമില്ലേടേ. ഇനി അതിനകത്ത് എന്താണോ പടച്ചുവിടാൻ പോകുന്നത്. പിന്നെ ആ 3യുടെ ചില ഭാഗങ്ങളൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അതുമാത്രം ഉണ്ടായിരുന്നു ഈ പടത്തിൽ കൊള്ളാമെന്ന് തോന്നിയത്.
ശങ്കർ സാർ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇന്ത്യൻ 3 ഇറക്കാനാണ് ഇന്ത്യൻ 2 ഇറക്കിയത്. എന്നാൽ പിന്നെ ഇന്ത്യൻ 2 എന്നും പറഞ്ഞ് അതങ്ങ് പടച്ചു വിട്ടാൽ പോരായിരുന്നു. വെറുതെ ഈ അപരാധം പടച്ചു വിട്ട് ഞങ്ങളുടെ പൈസയും സമയവും കളയേണ്ട കാര്യം, അത് 3 മണിക്കൂർ. എന്താണ് സാർ? ഒന്നും ചെയ്യല്ലേ പ്ലീസ്. പിന്നൊരു കാര്യം, നിങ്ങൾക്ക് സേനാപതി താത്തയാണ് ഇഷ്ടമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും, ശ്രീമൂലം തിരുനാൾ ഈശ്വരവർമ്മ വലിയ കോയി തമ്പുരാനെ ഇഷ്ടമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.